ഓക്കെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാവർക്കും നമസ്തേ. കോട്ടയം യൂണിയൻ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ വിദൂര വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായുള്ള ജഗദ്വാണി ഗുരുവാര പാഠശാലയിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാഗുരുവിനാൽ വിരചിതമായ പിണ്ടനന്ദി എന്ന കൃതിയാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ദേവതമാരെ സ്തുതിച്ചുകൊണ്ട് മഹാഗുരു സ്തോത്രകൃതികൾ എഴുതിയിട്ടുണ്ട്. ശരീരം എന്ന് പറയുന്നത്, പിണ്ഡം എന്ന് പറയുന്നത് ശരീരം തന്നെയാണ്. ആ ശരീരം സംരക്ഷിച്ചു നിർത്തുന്ന ഭഗവാനോടുള്ള നന്ദി സൂചകമായാണ് പിണ്ടനന്ദി എന്ന കൃതി നമുക്ക് പറഞ്ഞു തരുന്നത്. കൃതി വിചിന്തനം ചെയ്യുന്നതിന് മുമ്പ് ഗുരുധ്യാനത്തോടുകൂടി ക്ലാസ് ആരംഭിക്കാം. ഗുരുധ്യാനം ചൊല്ലുന്നത് കുമാരി മഞ്ജു KS. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരം ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പിണ്ടനന്ദി എന്ന കൃതി പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ കൃതി ഒന്ന് ചൊല്ലിക്കേൾക്കാം. കൃതി പാരായണം ചെയ്യുന്നത് ശ്രീമതി മായ MK കുമരകം. ഗർഭത്തിൽ വച്ച് ഭഗവാനടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിലച്ചു കണ്ടിട്ട് അർപ്പിച്ചിടും നടിയനൊക്കെയും അങ്ങ് ശംഭോ. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്ന് എൻ പിണ്ടത്തിനന്ന മൃദു നൽകി വളർത്ത ശംഭോ. കല്ലിനകത്തു കുടിവാഴുമൊരൽപ ജന്തു ഒന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിൽ അമരും അമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നു കൊണ്ടിത് വളർന്നതകോ വിചിത്രം. എന്തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിനു നീ അരുളിടു ശംഭോ. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലന്റെ കയ്യിലണയാതെ വളർത്തി നീയേ. കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ ആ കാലം നിനച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. തേജസ്സു തന്നെ ഇതു രക്തമുടും കലർന്ന് നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേൻ. മാതാവുമില്ല അവിടെ അന്നു പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണിവനിന്ന് ശംഭോ. അന്നുള്ള വേദന മറന്നത് നന്ന് ഉണർന്നാൽ ഇന്നിങ്ങു തന്നരിയിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനന്നു പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭോ. എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു കൂന്നു. എന്താവതിങ്ങടിയനൊന്നരുളീട് ശംഭോ. എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്ത്
ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ. എല്ലാരും ഇങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെരുതിലേറി വരുന്ന സംഭോ. നമസ്തേ. ഗർഭത്തിൽ വെച്ച് തന്നെ നമ്മുടെ ശരീരം നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. അങ്ങനെ സംരക്ഷിക്കാതെ അത്ഭുതകരമാവണ്ണം അതിനെ കാത്തുരക്ഷിച്ചു പോരുന്ന ഭഗവാനോടുള്ള നന്ദി സൂചകമായിട്ടാണ് 9 പദ്യങ്ങളടങ്ങിയ ഈ കൃതി എഴുതപ്പെട്ടിട്ടുള്ളത്. ഗുരുവിനാൽ വിരചിതമായ ഈ കൃതി നമുക്കിന്ന് പരിചയപ്പെടുത്തി തരുന്നത് കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ സീനിയർ പഠിതാവും പ്രഭാഷകയുമായ ശ്രീ ബിന്ദു കുമരകമാണ്. ടീച്ചറെ ഏറെ ഹൃദയത്തോടെ ക്ലാസ് എടുക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. നമസ്തേ ടീച്ചർ. നമസ്തേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം ചീഫ് കോർഡിനേറ്റർ ബഹുമാനായ ശ്രീ A.V. പ്രസാദ് കുമാർ സാർ, ഈ ഗുരുവാര പാഠശാലയിലെ സംഘാടക സമിതിയിലെ അംഗങ്ങളായ സ്മിത പ്രശാന്ത്, സുധീഷ് സാർ, പ്രദീപ് ലാൽ സാർ, അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും, ഇന്ന് ഈ പിണ്ടം നന്ദി എന്ന കൃതി മനനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ നമസ്തേ. ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു ആമുഖം പറഞ്ഞുകൊണ്ട് നമുക്ക് കൃതിയിലേക്ക് പ്രവേശിക്കാം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ കാവ്യ തല്ലജങ്ങളിൽ മേയത്തെ കരുവാക്കിക്കൊണ്ടാണ് ഭഗവാൻ ഈ കൃതി രചിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് നന്ദിയില്ലാത്ത ഒരു സമൂഹത്തിലാണ്. എന്നാൽ എന്തിനും ഏതിനോടും നമ്മൾ നന്ദി ഉണ്ടാകുന്നവരാകണം എന്ന് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കൃതിയിലൂടെ. കൃതി ഒരു ശിവസ്തുതിയാണെങ്കിലും ഒരു സ്തോത്രകൃതിയുടെ ആ സ്തോത്രകൃതിയുടെ വിശേഷണങ്ങളൊന്നും ഇതിൽ കാണുന്നില്ല, ലക്ഷണങ്ങളൊന്നും നമുക്ക് ഈ പിണ്ടനന്ദിയിൽ കാണുന്നില്ല. ഇവിടെ നമ്മുടെ ശരീരമാകുന്നതിന് മുൻപുണ്ട പിണ്ടത്തിന് വേണ്ടിയുള്ള ഒരു നന്ദി പറച്ചിലാണ് പിണ്ടനന്ദിയിലൂടെ ഭക്തൻ ശംഭുവിനോട് നന്ദി പറയുന്നതാണ് നമ്മൾക്ക് പിണ്ടനന്ദിയിലൂടെ കാണാൻ സാധിക്കുന്നത്. 9 ശ്ലോകങ്ങളുള്ള ഒരു കൃതിയാണ് പിണ്ടനന്ദി. ജീവിതത്തിൽ നമ്മളാക്കുന്ന ഒരു വളരെ വലിയൊരു സ്ഥിതിവിശേഷമാണ് കൃതജ്ഞത. ഒരു തരത്തിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന എന്ന് പറയുന്നതും കൃതജ്ഞത തന്നെയാണ്. നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുന്നതാണ് പ്രാർത്ഥനയിലൂടെ ചെല്ലുന്നത്. അപ്പൊ എന്തിനും ഏതിനോടും നന്ദിയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് ഗുരു ഈ കൃതിയിലൂടെ നമ്മെ കൊണ്ടുപോകുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ അച്ഛന്റെ രേതസ്സും അമ്മയുടെ രക്തവും കൂടി കലർന്ന് ഒരു കുഞ്ഞു ജീവൻ ഉടലെടുക്കുന്ന ഒരു ചിത്രം. ഇതിനെപ്പറ്റി കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അമ്മയുടെ അണ്ഡാശയത്തിൽ നിന്നും പക്വമായ ഒരു അണ്ഡം അത് അണ്ഡവാഹിനി കുഴലിലെത്തി ഒരു ജീവന്റെ തുടിപ്പിന് വേണ്ടി കാത്തു നിൽക്കും. അവിടെ
അച്ഛന്റെ ബീജം എത്തിക്കഴിഞ്ഞാൽ അണ്ഡം ഒരു ബീജവുമായി അണ്ഡത്തിന്റെ ന്യൂക്ലിയസ് ബീജത്തിന്റെ ന്യൂക്ലിയസുമായി സംയോജിച്ച് അത് ഫലോപ്പിയൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിൽ എത്തുന്നു. അങ്ങനെ ഗർഭപാത്രത്തിൽ എത്തുമ്പോൾ അവിടെ ഒരു രക്ത കിടക്ക വിരിച്ചിട്ടുണ്ടാകും. ഈ അണ്ഡത്തിന് എല്ലാ വിധത്തിലുള്ള വളർച്ചയ്ക്കും കാരണമായി തീരുന്നതിനുള്ള ഒരു കിടക്ക. അപ്പൊ നമ്മളൊക്കെ ആദ്യം നമുക്ക് തോന്നും, ഇതൊക്കെ ഒരു പ്രകൃതിയുടെ നിയമമല്ലേ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഇതിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊന്നും നമ്മുടെ ആരുടെയും ഒരു ഇതുകൊണ്ടല്ല സംഭവിക്കുന്നത്. അവിടെ ഈ പിണ്ടത്തിന് അപ്പൊ അങ്ങനെ ആ ഗർഭപാത്രത്തിൽ എത്തിച്ചേരുന്ന ആ അമ്മയുടെ അണ്ഡവും അച്ഛന്റെ ബീജവും തമ്മിൽ സംയോജിച്ച് ഉണ്ടാകുന്ന ഒരു കരു ആ ഇരുളടഞ്ഞ ഗഹ്വരത്തില് ശയിക്കുന്നു. അവിടെ 9 മാസവും 9 ദിവസവും 9 വിനാഴികയും 9 നാഴിക 9 വിനാഴിക ആ അണ്ഡം അവിടെ ഇരുന്ന് വളർച്ച പ്രാപിക്കുന്നു. ആ സമയത്ത് ആ അണ്ഡത്തെ ആ പിണ്ടത്തെ കാത്തു പരിപാലിച്ച ശംഭുവിനോടുള്ള കൃതജ്ഞത പറച്ചിലാണ് പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ ഭഗവാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇങ്ങനെ അവിടെ എത്തിച്ചേരുന്ന പിണ്ടം അണ്ഡവും ബീജവും സംയോജിച്ച് അവിടെ ഒരു കരുവായിത്തീരുന്നു. അത് 24 മണിക്കൂറിൽ കൊണ്ട് അത് കലലമായി മാറും. വീണ്ടും 7 ദിവസം കൊണ്ട് അത് കുമിള രൂപമായി മാറും. അതിന് ശേഷം 15 ദിവസം ആകുമ്പോൾ അത് പിണ്ടാകാരമായി തീരുന്നു. അപ്പൊ ഗുരു ചോദിക്കുന്നത്, ആ സമയത്ത് നമ്മെ ആരാണ് സംരക്ഷിച്ചത്? നമ്മളെ പരിപാലിച്ചത് ആരാണ്? ആ ഗർഭപാത്രം എന്ന ആ ഗഹ്വരത്തിൽ ആ പിണ്ടമായി നമ്മൾ ശയിക്കുമ്പോൾ നമ്മെ കാത്തു പരിപാലിച്ച അച്ഛനും അമ്മയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നമ്മളെ ആ പിണ്ടത്തിന് ഒരു കേടുപാടുകളും വരുത്താതെ മായാശക്തികളുടെ കയ്യിൽ അകപ്പെടാതെ നമ്മെ കാത്തു പരിപാലിച്ച ആ ശംഭുവിനോടുള്ള നന്ദി. ഇപ്പൊ ശംഭു എന്ന് പറയുന്നത് ശമ്മിനെ ഭവിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ശിവൻ. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാം, ശിവൻ ഒരു സംഹാര മൂർത്തിയായിട്ടല്ലേ നമ്മൾ സംഹാരമൂർത്തിയായ ദേവതയായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത്? എന്നാൽ വേദാന്ത മതപ്രകാരം ശിവന് ബ്രഹ്മത്തിന്റെ സ്ഥാനം നൽകുമ്പോൾ ഉൽപ്പത്തി സ്ഥിതിലയങ്ങളുടെ സ്ഥാനമാണ് അവിടെ ശിവനുള്ളത്. അപ്പൊ അകവും പുറവും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ശിവം. അങ്ങനെ നമ്മുടെ ഉള്ളിലും ആ ശിവം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കുവാനും ഈ കൃതിയെ മനനം ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നത്. ശിവം ഇല്ലെങ്കിൽ നമ്മള് ശവമായി തീരുന്നു. അപ്പൊ നമ്മളാക്കി മാറ്റുന്നത് ശിവമാണ്. അപ്പൊ പ്രകൃതിയിൽ നടക്കുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഇത് തന്നെ, ഒരു സ്ഥിതിവിശേഷം തന്നെയാണ്. അപ്പൊ നമ്മൾ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് 9 മാസവും 9 ദിവസവും നമുക്ക് കിടക്കുവാൻ അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ മാതാവിനോടും അതിൽ വിത്തുപാകിയ നമ്മുടെ പിതാവിനോടും അവിടെ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് പുറത്തെത്തി നമ്മൾ ഇന്ന് വരെ ജീവിച്ച് നമുക്ക് ആവശ്യമായ എല്ലാ ഭൗതികമായ സാമഗ്രികളും തന്ന് നമ്മൾക്ക് ഇത്രയും ആക്കി തന്ന പ്രകൃതിയോടും അതിനെല്ലാം ഉപരി നമ്മളെ ഇന്ന് വരെ ആ പിണ്ടാകാരമായ അവസ്ഥ മുതല് ഇന്ന് വരെ നമ്മളെ കാത്തു പരിപാലിച്ച ശംഭുവിനോടുമുള്ള നന്ദി. അപ്പൊ എന്തിനോടും ഏതിനോടും നന്ദിയുള്ളവരായി നമ്മൾ വളരണമെന്നാണ് ഗുരു ഈ കൃതിയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ പിണ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പിതൃതർപ്പണങ്ങളിലൊക്കെ നടത്തുന്ന അതൊക്കെ ചെയ്യുമ്പോൾ ഒരു പിണ്ടമുണ്ട്. ആ പിണ്ടമല്ല, അച്ഛന്റെ ബീജവും അമ്മയുടെ രേതസ്സും തമ്മിൽ സംയോജിച്ച് അത് ഗർഭപാത്രത്തിനുള്ളിൽ എത്തിച്ചേരുന്ന ആ മാംസപിണ്ടത്തിനെയാണ് ഇവിടെ പിണ്ടം എന്ന് പറയുന്നത്.
അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ കൃതിയിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മുടെ കൃതിയില് പിണ്ടനന്ദി എന്ന കൃതിയില് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഗർഭത്തിൽ വച്ചു ഭഗവാനടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ. ശംഭുവിനോടുള്ള പ്രാർത്ഥനയാണ്. ശംഭോ, ശംഭോ എന്ന് പറഞ്ഞാൽ ശംഭുവായിട്ടുള്ളവനെ എന്ന് പറഞ്ഞാൽ ശമ്മിനെ ഭവിപ്പിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ എപ്പോഴും മംഗളകരമായതിനെ ഉണ്ടാക്കുന്നവനെ എന്നാണ് ശംഭോ എന്ന പദത്തിന് അർത്ഥം. അപ്പൊ പറയുന്നത് ഗർഭത്തിൽ വെച്ച്, ഗർഭത്തിൽ കിടക്കുന്ന ആ അടിയന്റെ ആ ശരീരം, അതുപോലെ ഈ വെറും നിസ്സഹായനായ എൻ്റെ ആ ശരീരം, എൻ്റെ പിണ്ടം. പിണ്ടം എന്ന് പറഞ്ഞാൽ ഭ്രൂണം. ഗർഭത്തിൽ വെച്ച്, ഗർഭത്തിൽ കിടക്കുന്ന അവസരത്തിൽ വെറും നിസാരനായ എൻ്റെ പിണ്ടം എന്ന് പറഞ്ഞാൽ പിണ്ടം തന്നെ, ഭ്രൂണം. എപ്പേരും എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും, അൻപൊട് കാരുണ്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി വളർത്തിയെടുത്ത കൃപാലുവല്ലി, കൃപാലുവാണല്ലോ അങ്ങ് ഭഗവാൻ അല്ലെങ്കിൽ അവിടുന്ന്, കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട്. കൽപ്പിച്ച പോലെ എന്ന് പറഞ്ഞാല് അങ്ങ് തീരുമാനിക്കുന്നത് പോലെ മാത്രം എല്ലാം സംഭവിക്കുന്നു എന്ന് നനച്ചു കണ്ടിട്ട്, എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങ് ശംഭോ, ഈ അടിയൻ എൻ്റെ സകലതും അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്നു. ഞാൻ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അഹങ്കാര ആദികളെയും മതമാത്സര്യ മോഹങ്ങളെയും എല്ലാം വെടിഞ്ഞ് അടിയനെ അങ്ങയിൽ സമർപ്പിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗർഭത്തിൽ വെച്ച് അടിയന്റെ പിണ്ടം, ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി. അപ്പം ഗർഭത്തിൽ കിടന്ന അന്ന് അമ്മയ്ക്കും അച്ഛനും ഒന്നും ചെയ്യാനാകാത്ത നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥയില് ആ ഗർഭത്തിൽ കിടന്ന അടിയന്റെ പിണ്ടത്തെ ഒരു മായാശക്തികൾക്കും വിട്ടുകൊടുക്കാതെ ഓരോ നിമിഷവും കണ്ണും നട്ടിരുന്ന് അതിനെ കാത്തു പരിപാലിച്ച കൃപാലുവല്ലേ നീ. അതുപോലെ പറയാണ്, കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട്. കൽപ്പിച്ച പോലെ വരും. നമ്മുടെ എല്ലാ കാര്യങ്ങൾ അങ്ങനെയാ, കൽപ്പിച്ച പോലെ വരും. കൽപ്പിച്ച പോലെ വരും എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും യഥാർത്ഥ ഭക്തനാകുന്നത്. നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനോടുള്ള പ്രാർത്ഥനയായി നമുക്ക് ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾക്ക്, നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ കൽപ്പിച്ച പോലെ വരും എന്ന് നമുക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനോട് ഇങ്ങനെ ഓരോ ആവലാദികളും പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം അത് കൽപ്പിച്ച പോലെ വരും. ഭഗവാൻ എങ്ങനെയാണോ എല്ലാം നനച്ചിരിക്കുന്നത്, തീരുമാനിച്ചിരിക്കുന്നത്, അതുപോലെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ പറയാണ്, ആ കൽപ്പിച്ച പോലെ വരും എന്നു നനച്ചു കണ്ടിട്ട്. അങ്ങനെ കൽപ്പിച്ച പോലെ വരും എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഭക്തനായി തീരുന്നത്. അപ്പൊ കൽപ്പിച്ച പോലെ വരും, അങ്ങ് തീരുമാനിക്കുന്നത് പോലെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങു ശംഭോ, ഈ അടിയൻ സകലതും അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്നു. അപ്പം ആ പിണ്ടമായിട്ട് ആ 9 മാസവും 9 ദിവസവും നമ്മൾ ആ ഒരു ഇരുളടഞ്ഞ ഗഹ്വരത്തിൽ തപസ് ചെയ്തപ്പോൾ നമ്മളെ പോറ്റി വളർത്തിയത് ശംഭുവാണ്. മറ്റൊരു ശക്തിക്കും നമ്മളെ അവിടെ സഹായിക്കാൻ, എല്ലാവരും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസരത്തിൽ ശംഭു മാത്രമാണ് നമ്മളെ അന്ന് സംരക്ഷിച്ചു പോകുന്നത്, നമ്മളെ ഇന്ന് ഇവിടം വരെ എത്തിച്ചത്. ആ ശംഭുവിനെ അങ്ങനെ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്നെ തന്നെ സകലതും എന്നെ തന്നെ ഞാൻ അടിയനിൽ സമർപ്പിക്കുന്നു എന്നാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഗർഭത്തിൽ വച്ചു ഭഗവാനടിയന്റെ പിണ്ടം
എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ചിന്തിക്കും ഇത് ഒരു പ്രകൃതി നിയമമായി നടക്കുന്ന കാര്യമല്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ നമ്മളൊന്ന് അതിനുള്ളിലേക്ക് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും അവിടെ ശംഭു അല്ലാതെ മറ്റാരും നമ്മെ സഹായിക്കാനില്ല എന്ന് മനസ്സിലാകും. നമുക്കറിയാം ഈ പണ്ട് കാലത്ത് തന്നെ ഈ ഗർഭത്തിന്റെ രഹസ്യം, അതായത് ഫിസിയോളജിയും അനാട്ടമിയും ഒന്നും വളർച്ചയെത്താത്ത കാലഘട്ടത്തിൽ, സ്കാനിങ് മെഷീൻ ഒന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാര് അവരുടെ അകക്കണ്ണുകൾ കൊണ്ട് ഗർഭത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ പിപ്പലാദ മഹർഷി ഗർഭോപനിഷത്ത് എന്നുള്ള ഒരു ഉപനിഷത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അന്ന് തന്നെ അവര് ഈ ഗർഭരഹസ്യം പറയുന്നത്, ഇങ്ങനെ ഗർഭത്തിന്റെ രഹസ്യം നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മോക്ഷം ലഭിക്കുമെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും തോറും നമ്മളില് ഉള്ള അഹങ്കാരങ്ങളെല്ലാം ഇല്ലാതായി ഞാനെന്ന ഭാവം വെടിഞ്ഞ് നമ്മള് വളരെ ഭക്തനായി തീരുമെന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എങ്ങനെയാണ് പരിപാലിച്ചതെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായരായി നിന്ന അവസ്ഥയില് നമ്മുടെ പിണ്ടത്തെ കാത്തു പരിപാലിച്ച് രക്ഷിച്ച ആ ശംഭുവിന്റെ മുൻപിൽ കൽപ്പിച്ച പോലെ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കൂ എന്ന് കരുതിക്കൊണ്ട്, എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടിയനെ തന്നെ ആ ശംഭുവിന് മുന്നിൽ സമർപ്പിക്കുന്നു എന്നാണ് 1-ാമത്തെ ശ്ലോകം. അതിന്റെ കൂട്ടർത്ഥം എഴുതണോ? ഏതെങ്കിലും വാക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയുവാണെങ്കിൽ പറഞ്ഞു തരാം. ശംഭോ എന്ന് പറഞ്ഞാൽ ശംഭുവായിട്ടുള്ളവനെ, ശമ്മിനെ ഭവിപ്പിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ എപ്പോഴും മംഗളകരമായതിനെ ഉണ്ടാക്കുന്നവൻ. ഗർഭത്തിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ കിടക്കുന്ന അവസരത്തിൽ. പിണ്ടം എന്ന് പറഞ്ഞാൽ ഭ്രൂണം. എപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും. അൻപൊടെന്ന് പറഞ്ഞാൽ കാരുണ്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി. വളർത്ത എന്ന് പറഞ്ഞാൽ വളർത്തിയെടുത്ത. കൃപാലുവല്ലി എന്ന് പറഞ്ഞാൽ കൃപാലുവാണല്ലോ ഭഗവാൻ. അവിടുന്ന് കൽപ്പിച്ച പോലെ, അങ്ങ് തീരുമാനിച്ചതുപോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട്, എല്ലാം സംഭവിക്കുന്നു എന്ന് കണ്ടിട്ട്, എല്ലാം അങ്ങ് തീരുമാനിക്കുന്നത് പോലെ മാത്രമേ നടക്കൂ എന്നു ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അർപ്പിച്ചിടുന്ന അടിയനൊക്കെയും അങ്ങ് ശംഭോ. ഈ അടിയന്റെ സകലതും അവിടുത്തെ മുൻപിൽ സമർപ്പിക്കുന്നു. 1-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം കൂട്ടർത്ഥം എഴുതിക്കോ. സദാ മംഗളത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാനെ, സദാ മംഗളത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാനെ, സദാ മംഗളത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാനെ ശംഭോ നിസ്സഹായനായ ഈ ഞാൻ വെറുമൊരു ഭ്രൂണമായി അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ, വെറുമൊരു ഭ്രൂണമായി അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ അതിനെ എല്ലാ തരത്തിലുമുള്ള കാരുണ്യത്തോടുകൂടി, അതിനെ എല്ലാ തരത്തിലുമുള്ള കാരുണ്യത്തോടുകൂടി
വളർത്തിയെടുത്ത, അതിനെ എല്ലാ തരത്തിലുമുള്ള കാരുണ്യത്തോടുകൂടി വളർത്തിയെടുത്ത കൃപാലുവല്ലേ നീ, കൃപാലുവല്ലേ നീ. നീ തീരുമാനിക്കുന്നത് പോലെ മാത്രമേ, നീ തീരുമാനിക്കുന്നത് പോലെ മാത്രമേ സകലതും, നീ തീരുമാനിക്കുന്നത് പോലെ മാത്രമേ സകലതും സംഭവിക്കുകയുള്ളൂ. നീ തീരുമാനിക്കുന്നത് പോലെ മാത്രമേ സകലതും സംഭവിക്കുകയുള്ളൂ. എന്നു ചിന്തിച്ച്, എന്നു ചിന്തിച്ച് തീരുമാനത്തിലെത്തിയ ഈ അടിയൻ, തീരുമാനത്തിലെത്തിയ ഈ അടിയൻ സകലതും അങ്ങയിൽ സമർപ്പിക്കുന്നു, സകലതും അങ്ങയിൽ സമർപ്പിക്കുന്നു. സകലതും അങ്ങയിൽ സമർപ്പിക്കുന്നു. സകലതും അങ്ങയിൽ സമർപ്പിക്കുന്നു. സകലതും അങ്ങയിൽ സമർപ്പിക്കുന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പോകും. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്ന് എൻ പിണ്ടത്തിനന്ന മൃദു നൽകി വളർത്ത ശംഭോ. ഇപ്പം അടുത്തത് പറയുന്നത് നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളാണ്. അതാ പറഞ്ഞ മണ്ണും ജലം കനലും അമ്പരം ഓടുകാറ്റും. മണ്ണ്, ജലം, കനല്, അമ്പരം, കാറ്റ്. ഈ പഞ്ചഭൂതാത്മകമാകുന്ന നമ്മുടെ ഈ ശരീരം, മണ്ണും ജലം കനലും അമ്പരം ഓടുകാറ്റും, ഇതെങ്ങനെയാണ്? എണ്ണിപ്പിടിച്ചറയിലിട്ട്, ചുമ്മാ ഇട്ടിരിക്കുവല്ല, അത് ഓരോ കണക്കനുസരിച്ചാണ്. എണ്ണിപ്പിടിച്ച് അറയിലിട്ടെരിയും കൊളുത്തി. ആദ്യം എണ്ണിപ്പിടിച്ച് അറയിലിട്ടു. അപ്പം ഓരോരുത്തരുടെയും ആ പിണ്ടത്തിന് കൊടുക്കുന്ന പഞ്ചഭൂതാത്മകമായ ഈ മണ്ണ്, ജലം, തീയ്, അഗ്നി, ആകാശം, വായു, ഇതിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഞാനാകുന്ന എന്റെ പിണ്ടത്തിന് നൽകിയ ആ പഞ്ചഭൂതാത്മകമായ ആ പിണ്ടത്തിന് കൊടുത്ത പഞ്ചഭൂതങ്ങളുടെ കണക്കല്ല മറ്റുള്ള ഒരാളുടെ ആ പിണ്ടത്തിന് കൊടുത്തിരിക്കുന്നത്. ഓരോന്നിനും ഓരോ കണക്കാണ്. ഓരോരുത്തരുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ ആ അളവ് വ്യത്യസ്തമായിരിക്കും. അപ്പൊ അങ്ങനെ അത് ആ അളവ് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും കർമ്മഗണനയ്ക്കനുസരിച്ചായിരിക്കും. ആ കർമ്മഗണനയ്ക്കനുസരിച്ച് ഓരോരുത്തരിലും ഏറ്റക്കുറച്ചിൽ, മണ്ണും ജലവും കനലും അമ്പരും തീയും അതിനെല്ലാം ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. എല്ലാവരുടെയും ആ പിണ്ടത്തിന് കൊടുത്തിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങളുടെ അളവ് ഒരുപോലെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മണ്ണും ജലം കനലും അമ്പരം ഓടുകാറ്റും ഈ പഞ്ചഭൂതങ്ങളെ എല്ലാം എണ്ണിപ്പിടിച്ച് അറയിലിട്ടു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? എന്നിട്ട് എരിയും കൊളുത്തി ആ ഭഗവാന്റെ ചൈതന്യത്തെ അതിലേക്ക് പ്രവേശിപ്പിച്ചു.
മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും അതിനെ എണ്ണിപ്പിടിച്ച് അറയിലിട്ടിട്ട് അവിടെ എരി കൊളുത്തി, എരിയും കൊളുത്തി. എന്നിട്ടോ ദണ്ഡപ്പെടുത്തും ഒരു ദേവതയിങ്കൽ നിന്ന് പിണ്ടത്തിനന്നമൃത് നൽകി വളർത്ത ശംഭുവും. അങ്ങനെ ഈ പഞ്ചഭൂതാത്മകമായ ആ പഞ്ചഭൂതങ്ങളെ എല്ലാം കണക്കനുസരിച്ച് എണ്ണി പിടിച്ചിട്ട് അറയിലിട്ടിട്ട് എരി കൊളുത്തി. അതിനുശേഷം ദണ്ഡപ്പെടുത്തും ഒരു ദേവതയിങ്കൽ നിന്ന്, അവിടെയും മായാശക്തികളൊക്കെ ഉണ്ട്. ഈ പിണ്ടത്തിനെ ഇല്ലാതാക്കുന്ന മായാശക്തികൾ. ആ മായാശക്തികളിൽ നിന്നെല്ലാം രക്ഷിച്ച് പിണ്ടത്തിന് അമൃത് നൽകി വളർത്തിയ ശംഭു അങ്ങ് മാത്രമാണെന്നാണ് പറയുന്നത്. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്ന് എൻ പിണ്ടത്തിനന്നമൃത് നൽകി വളർത്ത ശംഭു. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എന്ന് പറഞ്ഞ പൃഥ്വി, ജലം, അഗ്നി, ആകാശം, വായു എന്നീ പഞ്ചഭൂതങ്ങളെ എന്നിട്ടോ എണ്ണിപ്പിടിച്ച് കൃത്യമായ കണക്കനുസരിച്ച് കൂട്ടിക്കലർത്തി അറയിലിട്ടു. ആ ഇരുട്ടറയിലിട്ട്, അല്ലെങ്കിൽ ആ അജ്ഞേയമായ ഒരു മണ്ഡലത്തില് അഥവാ ഗർഭത്തിൽ സ്ഥാനം നൽകിയിട്ട് അവിടെ എരിയും കൊളുത്തി, ചേതനയുടേതായ തീ കൊളുത്തി, തീയും അതിൽ കൊളുത്തി. എന്നിട്ട് ദണ്ഡപ്പെടുത്തും, തീവ്രമായ വേദനയ്ക്ക് വിധേയമാകുന്ന മായാദേവതയിൽ നിന്ന് ഭ്രൂണാവസ്ഥയിൽ കിടന്ന എനിക്ക്, അല്ലെ ഗർഭത്തിൽ കിടന്ന സമയത്ത് മരണം സംഭവിക്കാൻ ഇടയായില്ല എന്ന് മാത്രമല്ല, എനിക്ക് അമൃതത്വം നൽകുക കൂടി നീ ചെയ്ത് വളർത്തിയെടുത്തത് മറ്റാരുമല്ല ശംഭുവാണെന്നാ പറയുന്നത്. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്ന് എൻ പിണ്ടത്തിനന്നമൃത് നൽകി വളർത്ത ശംഭു. പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ ഒരു പ്രത്യേക അനുപാതത്തിൽ ഓരോരുത്തരുടെയും കർമ്മഗണനയ്ക്കനുസരിച്ച് അല്പം പോലും കണക്കുതെറ്റാതെ ഗർഭമാകുന്ന ഇരുട്ടറയിൽ സഞ്ചയിച്ച് അതിൽ ചേതനയുടേതായ തീയും കൊളുത്തി പൊട്ടിത്തെറിക്കാൻ എന്നവണ്ണം ഒരു മായാദേവതയെ ഇട്ടുകൊടുത്തപ്പോൾ അതിന്റെ തീവ്രമായ വേദനയിൽ നിന്നും മരണത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുക മാത്രമല്ല, ആ പിണ്ടത്തിന് അമൃതത്വം നൽകി വളർത്തിയെടുത്തത് ശംഭുവാണ് എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഒന്നുകൂടെ പറയാം. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്നൻ പിണ്ടത്തിനന്നമൃത് നൽകി വളർത്ത ശംഭു. പദങ്ങളുടെ അർത്ഥം പറയുകയാണെങ്കിൽ, മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എന്ന് പറഞ്ഞാല് പഞ്ചഭൂതങ്ങള്, പൃഥ്വി, ജലം, അഗ്നി, ആകാശം, വായു എന്നീ പഞ്ചഭൂതങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എന്ന് പറഞ്ഞാല് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പഞ്ചഭൂതങ്ങൾ, അല്ലെങ്കിൽ വിശദീകരിക്കുകയാണെങ്കിൽ പൃഥ്വി, ജലം, അഗ്നി, ആകാശം, വായു. എണ്ണിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ കൃത്യമായ കണക്കനുസരിച്ച് കൂട്ടിച്ചേർത്ത്, കൃത്യമായ കണക്കനുസരിച്ച് കൂട്ടിച്ചേർത്ത് അറയിലിട്ട് എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ സ്ഥാനം നൽകി, അറയിലിട്ട് ഗർഭത്തിൽ സ്ഥാനം നൽകി എരിയും കൊളുത്തി ചേതനയുടേതായ തീയും അതിൽ കൊളുത്തി, ചേതനയുടേതായ തീയും അതിൽ കൊളുത്തി, ചേതനയുടേതായ തീയും അതിൽ കൊളുത്തി. ദണ്ഡപ്പെടുത്തും, തീവ്രമായ വേദനയ്ക്ക് വിധേയമാക്കുന്ന,
തീവ്രമായ വേദനയ്ക്ക് വിധേയമാക്കുന്ന ഒരു ദേവതയിങ്കൽ നിന്ന് മായാദേവതയിൽ നിന്ന് ഒരു ദേവതയിങ്കൽ നിന്ന് എന്ന് പറഞ്ഞാൽ മായാദേവതയിൽ നിന്ന് എൻ പിണ്ടത്തിന് ഭ്രൂണാവസ്ഥയിൽ കിടന്ന എനിക്ക് എൻ പിണ്ടത്തിന് ഭ്രൂണാവസ്ഥയിൽ കിടന്ന എനിക്ക് അന്ന് എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ കിടന്ന സമയത്ത് ഗർഭത്തിൽ കിടന്ന സമയത്ത് അമൃത് നൽകി വളർത്ത എന്ന് പറഞ്ഞാൽ മരണം സംഭവിക്കാൻ ഇടയായില്ല എന്നു മാത്രമല്ല അമൃതത്വം നൽകുക കൂടി ചെയ്ത് വളർത്തിയെടുത്ത മരണം സംഭവിക്കാൻ ഇടയായില്ല എന്നു മാത്രമല്ല എനിക്ക് അമൃതത്വം നൽകുക കൂടി ചെയ്ത് വളർത്തിയെടുത്ത അമൃതത്വം നൽകുക കൂടി ചെയ്ത് വളർത്തിയെടുത്ത ശംഭോ ശംഭുവേ ശംഭോ എന്ന് പറയാൻ ശംഭുവേ പൃഥ്വി ജലം അഗ്നി ആകാശം വായു എന്നീ പഞ്ചഭൂതങ്ങളെ കൃത്യമായ കണക്കനുസരിച്ച് കൂട്ടിച്ചേർത്ത് ഗർഭാശയത്തിൽ സ്ഥാനം നൽകി അതിൽ ചേതനയുടേതായ തിരിയും കൊളുത്തി മായാദേവതയിൽ നിന്നും മരണം സംഭവിക്കാൻ ഇടയാക്കാതെ എന്നെ രക്ഷിക്കുക മാത്രമല്ല അമൃതത്വം നൽകുക കൂടി ചെയ്തു വളർത്തിയെടുത്തത് ശംഭു മാത്രമാണ്. കൂട്ടർത്ഥം പറയുകയാണെങ്കിൽ എഴുതിക്കോ. പൃഥ്വി ജലം പൃഥ്വി ജലം അഗ്നി പൃഥ്വി ജലം അഗ്നി വായു ആകാശം വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ ഒരു പ്രത്യേക അനുപാതത്തിൽ അല്പം പോലും കണക്കു തെറ്റാതെ കൂട്ടിച്ചേർത്ത് ഗർഭമാകുന്ന ഇരുട്ടറയിൽ സഞ്ചയിച്ച് അതിൽ ചേതനയുടേതായ തീയും കൊളുത്തി പൊട്ടിത്തെറിക്കാൻ എന്നവണ്ണം ഒരു മായാദേവതയെ ഇട്ടുകൊടുത്തപ്പോൾ അതിന്റെ തീവ്രമായ വേദനയിൽ നിന്ന്
അതിൻ്റെ തീവ്രമായ വേദനയിൽ നിന്നും മരണത്തിൽ നിന്നും അതിൻ്റെ തീവ്രമായ വേദനയിൽ നിന്നും മരണത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുക മാത്രമല്ല ആ പിണ്ടത്തിന് അമൃതത്വം നൽകി വളർത്തിയെടുത്ത ശംഭുവേ, ആ പിണ്ടത്തിന് അമൃതത്വം നൽകി വളർത്തിയെടുത്ത ശംഭുവേ. നമുക്കറിയാം, ഒരു ഗർഭധാരണം നടന്നു കഴിഞ്ഞാല് 24 മണിക്കൂർ കൊണ്ട് അണ്ഡവും ബീജവും തമ്മിൽ സംയോജിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് അത് കലലമാകുന്നു. കലലം എന്ന് പറഞ്ഞാൽ സൈഗോട്ട് എന്ന് പറയും. ആദ്യത്തെ ജീവരൂപമായി തീരുന്നു. വീണ്ടും 7 ദിവസം കൊണ്ട് അത് കുമിള രൂപത്തിലാകും. 15 ദിവസം കൊണ്ട് പിണ്ടാകാരമാകും. 1 മാസം തികയുമ്പോൾ അത് കഠിനമാകും എന്ന് പറഞ്ഞാൽ കട്ടിയുള്ളതായി തീരും. 2 മാസം പ്രായമാകുമ്പോൾ ആ പിണ്ടത്തിന് തലയുടെ രൂപം ഉണ്ടാകും. 3 മാസമാകുമ്പോൾ കൈകാലുകൾ ഉണ്ടാകുന്നു. 4 മാസം പ്രായമാകുമ്പോൾ മുട്ടുകള്, അര, വയറ് എന്നിവ രൂപപ്പെടും. 5-ാമത്തെ മാസം ആകുമ്പോൾ പൃഷ്ഠം, നട്ടെല്ല് ഇവയുണ്ടാകും. 6-ാമത്തെ മാസം വായ്, മൂക്ക്, ചെവി, കണ്ണുകൾ, ത്വക്ക്, പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടാകും. 7-ാം മാസം ഇവയെല്ലാം ജീവസ്പന്ദനത്തോടെ പുഷ്ടിപ്പെടുന്നു. 8-ാമത്തെ മാസം പൂർണ്ണ വളർച്ചയെത്തുന്നു. 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും ആകുമ്പോൾ അവിടെ പ്രസവം എന്ന പ്രോസസ്സ് നടന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നു. ഇപ്പം രേതസിന്റെ അധികതയുണ്ടായാല് പുരുഷ പ്രജയായും അണ്ഡത്തിന്റെ അധികതയുണ്ടായാല് സ്ത്രീ പ്രജയായും ഇവ രണ്ടും തുല്യമായാല് നപുംസകമായും ജനിക്കുന്നു. പിന്നെ വായുവില് ശുക്ലത്തിന്റെ ശോണിതങ്ങൾ ഭിന്നിക്കപ്പെടുമ്പോൾ 1-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നു. ഒന്നുകൂടെ 2-ാമത്തെ ശ്ലോകം ചൊല്ലാം. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്ക നിന്നൻ പിണ്ടത്തിനന്നമൃതു നൽകി വളർത്ത ശംഭോ. പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കർമ്മഗണന പ്രകാരം ഓരോരുത്തരെയും കണക്കനുസരിച്ച് അവയെ കൂട്ടിച്ചേർത്ത് ആ ഗർഭമാകുന്ന ഇരുട്ടറയിൽ സഞ്ചയിച്ച് അതിൽ ചേതനുടേതായ തീയും കൊളുത്തി പൊട്ടിത്തെറിക്കാൻ എന്ന വണ്ണം ഒരു മായാദേവത ഇട്ടുകൊടുത്തപ്പോൾ അതിന്റെ തീവ്രതയിൽ വേദനയിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിച്ച്, ആ പിണ്ടത്തിനെ സംരക്ഷിച്ച് മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, ശംഭു ചെയ്തത് പിണ്ടത്തിനന്ന് അമൃത് കൂടി നൽകി വളർത്തിയത് ശംഭു മാത്രമാണെന്നാണ് ഈ 2-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക്, 3-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3-ാമത്തെ ശ്ലോകം പറയുന്നത്, കല്ലിനകത്തു കൂടി വാഴുമൊരൽപ്പ ജന്തു ഒന്നല്ല നിന്റെ കൃപ ഇന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിലമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിരുന്നു വളർന്നിടുന്നു.
കല്ലിനകത്തു കുടിവാഴും. ഒരു കല്ലെടുത്തു മാറ്റിയാല് അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ചെറിയ വിടവുകളിൽ പോലും ഉണ്ടാകുന്ന ആ ഏറ്റവും കുരുന്നു ജീവികൾ മുതൽ, ആ മനുഷ്യർ മാത്രമല്ല, ആ കുരുന്നു ജീവി മുതല് അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ, ബ്രഹ്മാവ് വരെ ഈ ശംഭുവാണ് ഇവയെ കാത്ത് രക്ഷിച്ച് കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ നിസാര ഏകകോശ ജീവിയായ അമീബ മുതല്, നമ്മൾ അങ്ങനെ ഏറ്റവും ഇതായിട്ട് പറയുവാണെങ്കിൽ ഏകകോശ ജീവിയായ അമീബ മുതല് അമരേന്ദ്രൻ വരെ, അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ വരെ എന്ന് പറയാൻ സകല ജീവജാലങ്ങളും ഈ പ്രപഞ്ച വ്യവസ്ഥയില് ശംഭുവിന്റെ കൃപയ്ക്ക് വിധേയരായി ഇരുന്നു കൊണ്ടാണ് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് എന്നാണ് 3-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് ഗുരു കാട്ടിത്തരുന്നത്. അപ്പൊ മനുഷ്യർ മാത്രമല്ല, ഏറ്റവും നിസാരനായ ജീവി മുതല്, അതാണ് പറഞ്ഞ കല്ലിനകത്ത് കുടിവാഴുന്ന അല്പജന്തു, ഒരു കല്ലിന്റെ അകത്ത്, ആ കല്ലിന്റെ വിടവില് മറ്റും ജീവിക്കുന്ന ആ കുരുന്നു ജീവികൾ മുതല്, അതുപോലെ അല്ലിക്കുടത്തിൽ അമരുന്ന താമരപ്പൂവിന്റെ ഉള്ളിൽ വസിക്കുന്ന ബ്രഹ്മാവ്, ദേവപ്രധാനിയായ ബ്രഹ്മാവ് വരെ സകല ജീവജാലങ്ങളും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സകല ജീവജാലങ്ങളും ഈ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് നിന്റെ കൃപയ്ക്ക് വിധേയരായി ഇരുന്നു കൊണ്ടാണ് ജീവിക്കുന്നത്. ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ശംഭുവിന്റെ കൃപയ്ക്ക് വിധേയരായാണ്. ചെറുജീവി മുതൽ, നിസാരനായ ജീവി മുതൽ ബ്രഹ്മാവ് വരെ ഇവിടെ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് ഈ ശംഭുവിന്റെ കൃപയ്ക്ക് വിധേയനായിക്കൊണ്ടാണെന്നാണ് 3-ാമത്തെ ശ്ലോകത്തിലൂടെ നമ്മോട് ഗുരു പറഞ്ഞു തരുന്നത്. കല്ലിനകത്തു കൂടി വാഴും എന്ന് പറഞ്ഞാല് പാറകളുടെ, കല്ലിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന ചെറുജീവികൾ. കല്ലിനകത്തു കുടിവാഴും എന്ന് പറഞ്ഞാൽ കല്ലിൽ പറ്റിപ്പിടിച്ച് ജീവിക്കുന്ന ചെറു ജീവികൾ. ഒരൽപ്പജന്തു എന്ന് പറഞ്ഞാൽ നിസാരമായ ജീവികൾ, അല്പജീവികളായ കൃമികീടങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. ഒരൽപ്പജന്തു എന്ന് പറഞ്ഞാല് അല്പജീവികളായ കൃമികീടങ്ങൾ. ഒന്നല്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല. നിന്റെ കൃപ ഇന്നറിയിച്ചിടുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ കാരുണ്യാതിരേകം അനുഭവിച്ച് ഞങ്ങൾ ജീവിക്കുന്നു. നിന്റെ കൃപ എപ്രകാരമുള്ളതാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. നിന്റെ കൃപ ഇന്നറിയിച്ചിടുന്നു, നിന്റെ കൃപ എപ്രകാരമുള്ളതാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന താമരപ്പൂവിന്റെ ഉള്ളിൽ നിവസിക്കുന്ന അമരേന്ദ്രൻ, പ്രപഞ്ച സ്രഷ്ടാവായ ബ്രഹ്മാവ്, ദേവപ്രധാനിയായ ബ്രഹ്മാവ് എന്ന് എഴുതിയാൽ മതി. അമരേന്ദ്രൻ, ദേവപ്രധാനിയായ ബ്രഹ്മാവ്. മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും, മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും ഇങ്ങിതിലിരുന്ന് ഈ ഭൂമിയില് നിന്റെ കൃപ ഒന്നുകൊണ്ടു മാത്രമാണ്, ഈ ഭൂമിയില് അല്ലെങ്കിൽ ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ നിന്റെ കൃപയ്ക്ക് വിധേയരായി ഇരുന്നു കൊണ്ട്, ഈ പ്രപഞ്ച വ്യവസ്ഥയിൽ നിന്റെ കൃപയ്ക്ക് വിധേയരായി ഇരുന്നു കൊണ്ട് വളർന്നിടുന്നു, ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. കൂട്ടർത്ഥം എഴുതുവാണെങ്കിൽ കേവലം ജഡവസ്തുവായ കല്ലിൽ പറ്റിപ്പിടിച്ചു ജീവിക്കുന്ന
പറ്റിപ്പിടിച്ചു ജീവിക്കുന്ന ചെറുജീവികൾ പോലും നിന്റെ അനുഗ്രഹത്താലാണ് ജീവിക്കുന്നത്. കേവലം ജഡവസ്തുവായ കല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറുജീവികൾ പോലും നിന്റെ അനുഗ്രഹത്താലാണ് ജീവിക്കുന്നത്. മാത്രമല്ല താമര ഇതളുകൾക്കുള്ളിൽ വസിക്കുന്ന പ്രപഞ്ച സ്രഷ്ടാവായ ബ്രഹ്മാവിനു പോലും നിന്റെ കൃപയെ ആശ്രയിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. നിന്റെ കൃപയെ ആശ്രയിക്കാതെ ജീവിക്കുവാൻ സാധ്യമല്ല. നിന്റെ കൃപയെ ആശ്രയിക്കാതെ ജീവിക്കുവാൻ സാധ്യമല്ല. ഭൂമിയിലെ സർവ ജീവജാലങ്ങളും നിന്റെ കൃപാസാഗരത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധം. ഭൂമിയിലെ സർവ ജീവജാലങ്ങളും നിന്റെ കൃപാസാഗരത്തിലാണ് നിലനിൽക്കുന്നതെന്ന ബോധം. ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ച ഭഗവത് പാദങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കപ്പെടുന്നു. ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ച ഭഗവത് പാദങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കപ്പെടുന്നു. സമയം നമ്മുടെ ഏകദേശം തീരാറായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പിണ്ടനന്ദി എന്ന ശ്രേഷ്ഠമായ കൃതിയുടെ 3 ശ്ലോകങ്ങളാണ് മനനം ചെയ്തത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുവാൻ അവസരം ഉണ്ടാക്കി തന്ന ഇതിന്റെ ചീഫ് കോർഡിനേറ്ററായ പ്രസാദ് കുമാർ സാറിനോടും അഡ്മിൻസിനോടും ഇതിന്റെ സംഘാടക സമിതിയിലുള്ള എല്ലാവരോടും ഇത്രയും സമയം എന്നെ ശ്രദ്ധയോടെ കേട്ടിരുന്ന എൻ്റെ സഹോദരന്മാരോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവാ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്തേ. ജയശ്രീ രമേശ്. നമസ്തേ. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവാര പാഠശാല എന്ന ഇന്നത്തെ ക്ലാസ്സിൽ ബിന്ദു ടീച്ചർ നയിച്ച ക്ലാസ് പിണ്ടനദി എന്ന കൃതിയെ ആസ്പദമാക്കിയാണ്. അത് വളരെ ലളിതമായ രീതിയിൽ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് 3 ശ്ലോകങ്ങളാണ് നമുക്കിന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്.
വളരെ നല്ല രീതിയിൽ ആ ക്ലാസ് എനിക്ക് പ്രയോജനപ്പെട്ടു. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ 3 ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ, ലളിതമായ രീതിയിൽ പഠിതാക്കളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനായിട്ട് ക്ലാസ് നയിച്ച ബിന്ദു ടീച്ചർക്ക് പഠനകേന്ദ്രത്തിന്റെ ഗുരുവാര പാഠശാലയിലെ പഠനകേന്ദ്രത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്തേ. വളരെ നന്ദി ബിന്ദു ടീച്ചർ, ശ്രീമതി ജയശ്രീ രമേശ്. ഗുരുവാര പാഠശാലയുടെ പിണ്ടനന്ദി എന്ന കൃതിയുടെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്ന ഈ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ച വീണ്ടും 8 മണിക്ക് ഇതിന്റെ 4-മത്തെയും 5-മത്തെയും 6-മത്തെയും ശ്ലോകങ്ങളായിട്ട് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി ജ്യോതി മനോജ്. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാദ് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ദസദ ശ്രീനാരായണ ഗുരുവർപ്പണ നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഓണം ആശംസിക്കുന്നു.